ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ്. ഇപ്പൊ 7:45 ആയതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാല് ഗോൾവേലെ സാറ്റർഡേ മാർക്കറ്റ് കാണാൻ പോവാ. കാണാൻ മാത്രമല്ല, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അവിടെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷും വെജിറ്റബിൾസും മീറ്റും ഒക്കെ കിട്ടുമെന്നാ പറഞ്ഞത്. അപ്പൊ ഞാനും ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഇന്ന് പോയിട്ട് സാറ്റർഡേ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാം, പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ നല്ല മഴയുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പൊ മഴയത്ത് നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ അവിടെ പോയിട്ട് നോക്കാം. അപ്പൊ ചേട്ടായി ഉണ്ട്, കണ്ണപ്പനുണ്ട്, എന്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പൊ ആൾ അവിടുന്ന് ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? Hi, good morning. It's a rainy day. Yeah. Good morning, handsome. Good morning, പറയുന്നു. How is your morning? Good morning. Good morning. Hi, guys. ഇതാണ് റോസ്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. കണ്ണപ്പന്റെ തേത്ത റോസ്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര കമ്പനിയായി. കണ്ണപ്പൻ അധികം ലാംഗ്വേജ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ, പക്ഷേ ആള് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. റോസായിട്ട് ഭയങ്കര വർത്താനായിരുന്നു. പുറത്ത് മഴ പെയ്യുന്നതും ഓരോ കാഴ്ചകളൊക്കെ വിളിച്ച് കാണിക്കുകയും അങ്ങനെ അവർ ഫുൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹാരിസ് സ്ക്വയറിലെത്തി. അപ്പം ഞാൻ ഇത്രയും രാവിലെ ഒന്നും ഇവിടെ ഹാരിസ് സ്ക്വയറിൽ ഈ ടൈമിലൊന്നും ഞാൻ സിറ്റിയിൽ അങ്ങനെ വന്നിട്ടില്ല. മഴയും വെയിലൊന്നും കണ്ടപ്പോഴൊരു പ്രശ്നമല്ല. ഫുൾ എൻജോയ്മെൻ്റാണ്. ചാട്ടവും ഓട്ടവും മറിച്ചിലൊക്കെ. അവൻ ആരെങ്കിലും കമ്പനി കിട്ടിയാൽ അത് മതി. അപ്പോഴാണ് ഞങ്ങളിതിൻ്റെ എൻട്രൻസ് കാണുന്നത്, ഗാലവേറ്റ് മാർക്കറ്റിൻ്റെ. ഫുള്ളൊരു വ്യൂസ് അടിപൊളിയാണ്. കുറച്ച് അധികം റഷൊന്നുമില്ല ഈ ടൈമിൽ. ഇതിപ്പോൾ ഒരു മോർണിംഗ് ഒരു 7:30 ആ ടൈമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചേട്ടനെ കാണിച്ചു കൊടുക്കാം ഏതാണ് എൻട്രൻസ് എന്ന് പറയട്ടെ. അപ്പോൾ നമ്മളിത് ഗാലവേ മാർക്കറ്റിൽ വന്നേക്കാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഈ ആംബിയൻസ് നല്ല രസമുണ്ട്. കുറച്ച് മഴയായിപ്പോയി, അത് കാരണം ഒരു ചെറിയൊരു രസം കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട് അത് അവിടെയൊക്കെ നോക്കി നല്ല രസമുണ്ട്. കൊടിയൊക്കെ ഫ്ലാഗൊക്കെ വെച്ചിട്ട് അടിപൊളി. അങ്ങനെ ഇത്രയും രാവിലെ അയർലൻഡ് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ എൻട്രൻസ്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. ക്രാഫ്റ്റ്, ഫുഡ്, ആർട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് മോർ ഗാൽവേ ഹിസ്റ്റോറിക് സ്ട്രീറ്റ് മാർക്കറ്റ്. കയറി വരുമ്പോ തന്നെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫ്ലവർ ഷോപ്പാണ്. പിന്നെ വെജിറ്റബിൾസിന്റെ ഒരു സ്റ്റോറും സെക്ഷനൊക്കെയാണ്. കുഴപ്പമില്ല, എല്ലാം നമ്മൾ സാധാരണ കാണുന്ന പോലെയൊക്കെ തന്നെ ഒരു സ്ട്രീറ്റ്. ഇപ്പോഴാണൊരു പച്ചക്കറി കടയിൽ ഒരു പ്രത്യേകതരം പച്ചക്കറി. So we make, and usually we serve it as dessert. It's very bitter, so it needs a lot of sugar. Okay. Yeah. So we put it into so with pie. sugar we are preparing this one. Exactly. It's beautiful with strawberries and ginger. It's a vegetable or? So it is a vegetable. Okay. Yeah. നമ്മുടെ നാട്ടിൽ dessert with that. Yes. നമ്മുടെ നാട്ടിലില്ലാത്ത എന്തോ സാധനമാണ്. ചേമ്പ് പോലെ ഇരിക്കുന്നു തോന്നുന്നു. മധുരം. What's the name exactly? Rhubarb. റൂബാബ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം, എനിക്ക് അറിഞ്ഞൂടാ. ഇത് പഞ്ചസാരയൊക്കെ ഇട്ട് ഡെസേർട്ട് ഉണ്ടാക്കാന്ന് പറയുന്നു. റൂബാബ് ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിപ്പി എന്നോട് പറഞ്ഞു തരണം കേട്ടല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ വെക്കുന്ന ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ ഒരു ക്രാഫ്റ്റ് നിൽക്കുന്ന ആ ചേട്ടനോട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അപ്പം നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് അവർക്ക് കാണുമ്പോഴേ അറിയാം. അപ്പൊ ഇങ്ങനെ എന്നോട് ചോദിച്ചു എവിടുന്നാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇന്ത്യന്നാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ഐ നോ ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ എവിടെന്നാന്ന് ചോദിച്ചു. കേരളത്തിൽ പെട്ടെന്ന് ചോദിച്ചു. ഓക്കെ, ഐ നോ ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ കൊച്ചി ആലപ്പുഴയൊക്കെ ഇവിടുത്തെ സൈപ്പർ മാർക്കറ്റ് അറിയാം. അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. പിന്നെ അങ്ങനെ ഞങ്ങള് പുള്ളിനോട് കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഡ്രസ്സിന്റെ ഒക്കെ ഷോപ്പിൽ ജസ്റ്റ് അത് കയറി. പക്ഷെ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. എനിക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി ഇവിടെ. പിന്നെ ഈ പച്ചക്കറികളാണെങ്കിലും ഓർഗാനിക് ആണെന്നാണ് പറയുന്നത്. എല്ലാം ഇവരുടെ തന്നെ വീട്ടിലും ഫാമിലൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പം അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. എനിക്ക് നമ്മൾ ലീഡിൽ നിന്നും ഡൻസിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചക്കറിനേക്കാളും
കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ. അപ്പം ഞാൻ റോസിനെ നോക്കിയപ്പോൾ റോസ് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്റ്റോറിൽ കയറി നിന്ന് മറ്റേ ഓർഗാനിക് ഹണിയും ഓർഗാനിക് ഐറ്റംസ് ഒക്കെ, ഹണിയും പിന്നെ ഈ ഇവരുടെ എന്തൊക്കെയോ ഐറിഷുകാരുടെ എന്തൊക്കെയോ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ വിൽക്കുന്നൊരു സ്റ്റോറായിരുന്നു അത്. അവിടെ കയറി നിന്ന് വില ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഹാൻഡ് വർക്കുകൾ, ഹാൻഡ് ക്രാഫ്റ്റുകൾ എല്ലാം അവർ കൈകൊണ്ടുണ്ടാക്കുന്നതാണ്, വീട്ടിലുണ്ടാക്കിയതാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഹാൻഡ് മെയ്ഡ് സോപ്പ്, അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇതിന് റേറ്റ് കൂടുതലെന്ന്. പക്ഷെ ആൾക്കാരൊക്കെ വാങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട്, മലയാളികൾ അങ്ങനെയാണല്ലോ, അങ്ങനത്തെ എവിടെ വിലക്കുറവുണ്ടോ അവിടെ പോയി വാങ്ങുന്നവരാണല്ലോ. അപ്പം ഞാനും ഇതെല്ലാം കണ്ടിങ്ങ് പോകുന്നുള്ളൂ. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് തിരക്ക് കുറവായിരുന്നു. പക്ഷേ അത്യാവശ്യം ആളുണ്ട്. പക്ഷേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഇതിന് മുന്നേ വന്നവരൊക്കെ എന്നോട് പറഞ്ഞത് അത്യാവശ്യം നല്ല റഷുള്ളൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും അത് പ്രതീക്ഷിച്ചാണ് വന്നത്. ചിലപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കും ഷോപ്പൊക്കെ ഇങ്ങനെ ഓപ്പണായി വരുന്നവർ അറേഞ്ച് ചെയ്ത് വരുന്നതൊക്കെ ഉള്ളൂ. ഓർഗാനിക് മുട്ടയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളിവിടെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എങ്ങും ക്യാഷ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ പക്ഷെ എൻ്റെ അടുത്ത് തന്നെ സെന്ററൊക്കെ ഉണ്ട്, അത് കാരണം കൗണ്ടറൊക്കെ ഉണ്ട്. അത് കാരണം ഞങ്ങൾ വന്ന് കുറച്ച് ക്യാഷ് എടുത്തിട്ട് എന്തായാലും പോവാന്ന്. ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങി ചേട്ടായി പിന്നെ റോസും ക്യാഷൊക്കെ എടുത്തു. അങ്ങനെ വരുമ്പോഴാണ് ചേട്ടായി ഓയിസ്റ്റർ കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഓയിസ്റ്റർ പുള്ളിക്കാരൻ അവിടെ നിന്ന് ലൈവായിട്ട് അപ്പോൾ ചേട്ടായി എന്തായാലും ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് ഉണ്ടോന്നും പറ്റത്തില്ല കേട്ടോ ഇങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാൻ. ചേട്ടായി വളരെ ഓക്കെയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ. അതിൻ്റെ അകത്തേക്ക് ലെമണും പിന്നെ എന്തോ ഹോട്ട് സോസോ എന്തോ ഒരു സാധനവും കൂടി ഒഴിച്ച് 3 ഓയിസ്റ്ററിന് €7. 5 ഓയിസ്റ്ററിന് €7 അങ്ങനെ കൊടുത്തിട്ടാണ് ഇത് കഴിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരാളവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി ആ സാഹസത്തിന് മുതിർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ചേട്ടായി കഴിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടായി അത് കഴിക്കുകയാണ് ഗൈസ്. പക്ഷെ ചേട്ടായുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും കണ്ടില്ല കഴിച്ചിട്ട്. ചേട്ടായിക്ക് ഇതുകൊണ്ടൊന്നും തളരത്തില്ലെന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു കാര്യങ്ങൾ പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു, മുരിങ്ങ എന്നാണ് ഇതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത്. എറണാകുളം സൈഡിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മച്ചി വീട്ടിൽ മേടിച്ച് കറി വെച്ചിട്ടുണ്ട്. കറി വെച്ചത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ചേട്ടായി 3 കഴിച്ചു വെളുപ്പിന് വെറും വയറ്റിൽ. ആളോട് ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം കുഴപ്പമില്ല, നല്ലതാണ്, പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, വലിയ ഒരു റോ ടേസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. റോസിനോടും കൂടി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. You want to try? I haven't taken my breakfast yet, but I would like to try. How is it? How is it? How is the taste? How is the taste? Good, really. I haven't taken my breakfast yet, so it might. So we try. Both of us try. Okay. Maybe next time. I'll take my full breakfast. And so are they fresh? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഫുഡ് കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എങ്ങനെയോ തട്ടിമുട്ടി വിട്ടു. അപ്പം ഞാനും കഴിച്ചില്ല, റോസും കഴിച്ചില്ല. പിന്നെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ പാഴ്സലൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ആൾക്കാർ. കുറച്ച് നേരം ഞങ്ങൾ പുള്ളിനോട് അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഒത്തിരി സ്റ്റോറുകളുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ചെന്ന ദിവസം മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മൊത്തം ഒരു ഡൗൺ ആയിരുന്നു മാർക്കറ്റ്. ഒരൊറ്റ സ്റ്റാളേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫിഷിൻ്റെ. അവിടെ എനിക്കങ്ങനെ വലിയ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മീനുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഒരു മീറ്റിൻ്റെ സ്റ്റോറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ണപ്പനെ റോസിനെയും കാണുന്നില്ല. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അതിൻ്റെ സൈഡിൽ കൂടെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ വന്നാലും കണ്ണപ്പന് കളി കഴിഞ്ഞിട്ടുള്ള പരിപാടിയുള്ളൂ.
അപ്പം ഇന്ന് കൂടെ തേത്താ റോസിനെയും കൂടെ കിട്ടിയതുകൊണ്ട് കണ്ണപ്പൻ ഫുൾ ഹാപ്പി. അപ്പോൾ അവരവിടെ ഓട്ടവും ചാട്ടവും ബഹളമൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഫിഷിൻ്റെ സ്റ്റോളിൽ നിന്ന് അങ്ങോട്ടേക്ക് തന്നെ വന്നു. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ അവിടെ ആൾക്കാർ ക്യൂ ആണ്. സത്യം പറഞ്ഞാൽ നമ്മളും പോയി ക്യൂ നിൽക്കണം, അല്ലെങ്കിൽ വാങ്ങാൻ നമ്മളെ പോലെ ഇങ്ങനെ ഇടയ്ക്ക് കയറിയിട്ട് ഒന്നും വാങ്ങാൻ പറ്റില്ല. ആദ്യം വരുന്ന ആൾ ആദ്യം ഫ്രണ്ടിൽ ക്യൂ നിൽക്കുക. അങ്ങനെയാണ് ഇവിടെ ഫിഷ് വാങ്ങുന്നത്. അപ്പോൾ ഞങ്ങളും പോയി ക്യൂവിൽ നിന്നു. പുള്ളിക്കാരൻ ഓരോ ഫിഷൊക്കെ അറേഞ്ച് ചെയ്തു സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയെന്ന് തോന്നുന്നു. ഇത്ര നേരത്തെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു 8-9 മണിക്കൊക്കെ വന്നാൽ മതിയെന്ന് തോന്നുന്നു. അത് പിന്നെ മഴ ആയതുകൊണ്ടാണോന്നും അറിയില്ല. എന്തായാലും അപ്പോൾ കണ്ണപ്പനും റോസും തിരിച്ചു വന്നു. അപ്പോൾ കണ്ണപ്പൻ റോസിനെ വിളിച്ചുകൊണ്ട് പോവാണ് എന്തൊക്കെയോ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടി. അപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ക്രാബും ലോബ്സ്റ്ററും ഒക്കെ അവിടെ ജീവനുള്ളത് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. ഇവിടെ ഒരു ഷോപ്പേ ഉള്ളൂ. ഇത് മീനിന്റെ ഒക്കെ വില നോക്കി കഴിഞ്ഞാല് ഈ ഗബ്ബാസ് എന്ന് പറഞ്ഞൊരു മീനുണ്ട്. അത് നമ്മുടെ കൊഞ്ചൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ 25 യൂറോ അതിന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു 2500 രൂപയൊക്കെ ആയിരിക്കും. 2500 രൂപയാണ്. പിന്നെ ഇവിടെ ഫ്രോസൺ നീരാളി ഉണ്ട്. ഇതാണ് ഫ്രോസൺ നീരാളി. ഫ്രോസൺ നീരാളിയുടെ പേര് എഴുതിയിട്ടില്ല, വില ഇവിടെ കുത്തി വെച്ചിട്ടില്ല. ട്യൂണ, നമ്മുടെ ട്യൂണയ്ക്ക് 36 യൂറോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഈ ഓറഞ്ച് കളറുള്ള സാൽമണ. മാക്കറൽ 13.50, 13 യൂറോ 50 സെന്റ് മാക്കറൽ. പക്ഷെ ഇത് നമ്മുടെ അയല അങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. മാക്കറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയലയാണ്. പക്ഷെ ഇത് കണ്ടിട്ട് നമ്മുടെ അയലയായിട്ട് തോന്നുന്നില്ല. 14 യൂറോ. ഇതൊന്നും വൈൽഡ് ടോട്ട്. ഇതൊന്നും നമ്മളല്ല, ഞാൻ കഴിക്കത്തില്ല. എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മീനും കിട്ടിയില്ല. 19 യൂറോ ജോൺ ഡോറി. ജോൺ ഡോറിക്ക് 19 യൂറോ 50 സെന്റ്. ഇതൊക്കെ എന്ത് മീനാണ്? എന്തോ റെഡ് മുള്ളറ്റ് 16 യൂറോ. നമ്മുടെ കിളിമീൻ പോലെ ഇരിക്കുന്ന ഒരു മീൻ തന്നെ. എവിടാ? മോങ് ടെയിൽ, ബിബി മോങ് ടെയിൽ ആണോ? പിന്നെ നമ്മുടെ ഇത് ലോബ്സ്റ്റർ കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നു അല്ലേ? കൊഞ്ചു കുഞ്ഞുങ്ങളോ? അതുപോലെ എന്തോ സാധനം. പ്രമോഷൻ ഓഫറിൽ സാൽമന്റെ വിങ് കിടപ്പുണ്ട്. വിങ്സ് 8 യൂറോ. പിന്നെ അവിടെ നമ്മുടെ ലൈവായിട്ടുള്ള ഞണ്ടൊക്കെ ഉണ്ട്. ക്രാബ് ലൈവായിട്ടുള്ള ലോബ്സ്റ്റർ ഉണ്ട്. ലോബ്സ്റ്റർ ഇതിനൊക്കെ ജീവനുണ്ട് കേട്ടോ. ഇതല്ല, ചിലപ്പോൾ കടിക്കും. പിന്നെ ഇതിന് ജീവനുണ്ടോ അറിയില്ല. ഉണ്ട് ജീവനുണ്ട്. ഇത് നമ്മുടെ കൊഞ്ചി, വലിയ കൊഞ്ചി. ഇത് ലോബ്സ്റ്ററാ? നമ്മുടെ കായലിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലേ, നീല കളറിലെ കൈ ഉള്ളതിനാ. ഇറുക്ക് കൈ എല്ലാം നല്ല സീൽ ചെയ്തിട്ടുണ്ട്. ഇതിനും ജീവനുണ്ട്. ഇത് അനങ്ങുന്നുണ്ട്. സ്പൈഡർ ക്രാബ്. നോക്കിക്കോ. പിന്നെ ഞങ്ങൾ മീറ്റിൻ്റെ സെക്ഷനിൽ വന്ന് അതിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ മീറ്റ് വാങ്ങിയില്ല അവിടെ നിന്ന്. ജസ്റ്റ് കല്ലൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കി. പക്ഷെ എല്ലാം ഫ്രഷാന്ന് പറയുന്നു. അവർ രാവിലെ മുറിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വരുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ആൾക്കാർ അവിടെ വന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുന്നവരായിരിക്കും. ഫ്രഷ് ആയിട്ടെന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കും. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ തേത്താ റോസ് അവിടെ വന്നിട്ട് മസിൽസ് വാങ്ങുന്നു. അപ്പം മസിൽ നമ്മുടെ കല്ലുമ്മക്കായ എന്ന് പറയുന്ന സാധനം ഞാൻ കഴിച്ചിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അവൾ വാങ്ങുന്ന കണ്ടപ്പം എനിക്കൊരു ആലോചന, അത് വാങ്ങിയാലോ എന്ന്. പിന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇവിടം വരെ കഷ്ടപ്പെട്ടൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ. അപ്പം ഞാനവിടെ നോക്കുമ്പോൾ ടൂണ കണ്ടു. അപ്പം അത് ടൂണയാണെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ടൂണ വാങ്ങാമെന്ന് വിചാരിച്ച് ഞാനെന്നാൽ അതൊന്ന് തൂക്കി നോക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ടൂണയ്ക്ക് ചെറിയ പീസുണ്ടോ? ചെറിയതല്ല, വലിയ പീസാണ്.
അതിന് എന്നോട് 60 യൂറോ എന്ന് പറഞ്ഞു. 60 യൂറോ അതിന് ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അത് വേണ്ട കേട്ടോ, അത് അവിടെ തന്നെ തിരിച്ചു വെച്ചേര്, ഞാനും കല്ലുമ്മക്കായ മേടിക്കാമെന്ന് പറഞ്ഞു. അതാകുമ്പോൾ വളരെ എക്കണോമിക്കലാണ്. 5 യൂറോയേ ഉള്ളൂ ഒരു കെട്ടിന്. അപ്പം ഞാൻ അത് മേടിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ മസിൽ കറി വെക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണണം കേട്ടോ. അങ്ങനെ ഞാനൊരു ഒരെണ്ണം വാങ്ങിയുള്ളൂ. അറിയില്ലായിരുന്നു കഴിക്കുമോ ഇല്ലയോ, എനിക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലോ, അല്ലെങ്കിൽ ചേട്ടായി തന്നെ കഴിക്കേണ്ടി വരില്ലേ. അത് കാരണം ഞങ്ങൾ ഒരെണ്ണേ വാങ്ങിയുള്ളൂ. ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് പിന്നെ ഒന്നും വാങ്ങിക്കാതെ പോണത് മോശമാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മസിലും മേടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ണപ്പനും റോസും കൂടി ഇവിടെ ചോക്ലേറ്റ് കടയിൽ വന്ന് നിന്ന് ചോക്ലേറ്റും ഏതാണ്ട് കേക്കും ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ അവർ വീട്ടിൽ നിന്ന് ബേക്ക് ചെയ്തുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെ റോസ് കണ്ണപ്പനും ജംസ് വെച്ച കേക്ക് വാങ്ങിക്കൊടുത്തപ്പം അവൻ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ വളരെ എക്കണോമിക്കലി ഞങ്ങൾ ഷോപ്പ് ചെയ്തു തിരിച്ച് ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ കണ്ണപ്പൻ എന്തായാലും ചോക്ലേറ്റും കേക്കൊക്കെ കിട്ടിയതുകൊണ്ട് കണ്ണപ്പൻ ഡബിൾ ഹാപ്പിയാണ്. അപ്പം നമ്മൾ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കുറച്ച് ഫെസിലിറ്റി അവിടെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരെണ്ണമുണ്ട്, പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. Thank you so much. I enjoyed Bye bye. this trip. Baby Kanan, say bye now. Bye. ഇവിടെ നോക്കിയിട്ട് Kiss Tita. Kiss Tita now. ഉമ്മ കൊടുക്ക്. Thank you. Thank you. ബൈ ബൈ. See you next time. Okay. Maybe should be my house. My house. Next time. See you next time. Bye. Thank you. ബൈ ബൈ. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ബെത്ത റോസ് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.